ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ്, ഡോപ്പേന്നാണ്. നമ്മുടെ ഓൾ ഇന്ത്യ റൗണ്ട് 2ന്റെ അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ നമുക്ക് അലോട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. 10-ാം തീയതി വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, അലോട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് നിരവധിയായിട്ടുള്ള സംശയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഓൾ ഇന്ത്യ റൗണ്ട് 2ൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. കേരള റൗണ്ട് 1 കിട്ടിയവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? കഴിഞ്ഞ അലോട്ട്മെന്റ് കൊടുക്കാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് കോട്ടയിൽ ഒരു സീറ്റ് എംബിബിഎസിനോ ബിഡിഎസിനോ ഒരു സ്റ്റേറ്റ് കിട്ടിയിട്ടുള്ള ആളുകൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ആൻഡ് മൂന്നാമത്തെ കാര്യങ്ങൾ എന്താണ് റൗണ്ട് 2ന് ശേഷം ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യമുണ്ട്. ഇനി നാലാമത്തെ ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴാണ് അതർ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെന്റുകൾ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാവുക. വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു അലോട്ട്മെന്റ് ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ മുഴുവനായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റൻ ആണ്, ആർക്കാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു സാധനമുണ്ട്. വളരെ സിമ്പിൾ ആൻസർ ആണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾ ഇന്ത്യ റൗണ്ട് 2ന് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുവരെ അപ്ലൈ ചെയ്തവർക്കും, ഇതുവരെ അപ്ലൈ ചെയ്തിട്ട് സീറ്റ് കിട്ടാത്തവർക്കും, സീറ്റ് കിട്ടിയവർക്കും, സ്റ്റേറ്റ് അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്തവർക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ്. ഫ്രഷ് രജിസ്ട്രേഷൻ അടക്കം പോസിബിൾ ആണ്. നിങ്ങൾ കഴിഞ്ഞ അലോട്ട്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്തവണ ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ അലോട്ട്മെന്റിന്റെ ഫീസ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കഴിഞ്ഞ അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ അലോട്ട്മെന്റിൽ ഫീസ് അടച്ച ആളുകൾക്ക് നിങ്ങൾ പുതിയ ഫീസ് ഒന്നും അടയ്ക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ ആണ്. ഹു ക്യാൻ അപ്ലൈ എന്ന് വെച്ചാൽ ഫോർ ഓൾ, എവ്രി വൺ, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ആർക്ക് വേണമെങ്കിലും, ഒരു സംശയമില്ല, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ? കഴിഞ്ഞ അലോട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി കഴിഞ്ഞ അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യാത്ത ആളാണെങ്കിൽ നിർബന്ധമായിട്ടും പുതിയ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ട് പുതിയ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് വെക്കാം. എത്ര ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി പറ്റും? എത്ര വേണമെങ്കിലും ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി പറ്റും. ഓപ്ഷൻസിന്റെ നമ്പർ അൺലിമിറ്റഡ് ആണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ മെഡിക്കൽ കോളേജുകളും നമുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നൊരു കാര്യമുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മുൻധാരണ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യയിലുള്ള ഗവൺമെന്റ് സീറ്റുകളും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമാണ് അതിനകത്ത് അവൈലബിൾ ആവുന്നുണ്ടാവുക. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, പ്രൈവറ്റ് സീറ്റുകളൊന്നും എവിടെ അവൈലബിൾ അല്ല. നമ്മളുടെ ഈ പറയുന്ന ഇതിനകത്ത് ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2ൽ അവൈലബിൾ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് മനസ്സിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും, എവ്രി വൺ ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ക്യാൻസലിംഗ് സ്റ്റേറ്റ് കോട്ട സീറ്റ്. അതായത് നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തു, നമുക്കൊരു ഒരു ഒരു സീറ്റ് സ്റ്റേറ്റ് കോട്ടയിൽ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ് കോട്ടയിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് കോട്ടയിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റ് കോട്ട അലോട്ട്മെന്റ് നോക്കുമ്പോൾ ചില ആളുകൾക്ക് എംബിബിഎസ് കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾക്ക് നമുക്കത് ബിഡിഎസ് കിട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ സെൽഫിലായിരിക്കാം, ഗവൺമെന്റിലായിരിക്കാം കിട്ടിയിട്ടുണ്ടാവും. ഈ സീറ്റിന് എന്തായി പോകും നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആരാ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഒരു ഇത് പറയാം. കേരള ഗവൺമെന്റ് എംബിബിഎസ് കിട്ടിയ കുട്ടിയാണ്. കേരള ഗവൺമെന്റ് എംബിബിഎസ് കിട്ടിയ കുട്ടി യൂഷ്വലി ട്രൈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം എന്ന് വിചാരിക്കും. ഇപ്പോൾ ഓൾറെഡി ആ കുട്ടിക്ക് എവിടെ കിട്ടിയിട്ടുണ്ട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കോഴിക്കോട് അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് എയിംസിലേക്കോ ജിപ്മറിലേക്കോ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓൾ ഇന്ത്യ കോട്ടയുടെ റൗണ്ട് 2 അലോട്ട്മെന്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൽ സെൽഫിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണ്. സെൽഫ് എംബിബിഎസ് ആണ് കേരളത്തിൽ ഇപ്പൊ കിട്ടിയിട്ടുള്ള കുട്ടി. ആ കുട്ടിക്ക് ഒരു ഓൾ ഇന്ത്യ കോട്ടയിലുള്ള ഗവൺമെന്റ് സീറ്റിന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഗവൺമെന്റ് എംബിബിഎസിന് വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇപ്പോൾ സെൽഫിൽ ബിഡിഎസ് കിട്ടിയ ആൾക്കാർക്കൊക്കെ ഇനി ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ നിങ്ങൾക്കും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ഈ കേരള ഗവൺമെന്റ് സീറ്റ്, കേരള സെൽഫ് സീറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ, വളരെ വ്യക്തമായിട്ട് കേൾക്കണം. ഓൾ ഇന്ത്യ കോട്ടയുടെ റൗണ്ട് 2ന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള കറണ്ട് സ്റ്റേറ്റ് സീറ്റ് ഇല്ലേ, കറണ്ട് സ്റ്റേറ്റ് കോട്ട സീറ്റ്, സ്റ്റേറ്റ് സീറ്റ് നമുക്ക് റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. നമുക്ക് സീറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. റിസൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീസ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമോ? ഒരിക്കലും നഷ്ടപ്പെടില്ല. ആ ഫീസ് മുഴുവനായിട്ട് നിങ്ങൾ സിഇയിൽ അടച്ച പൈസ സിഇയിൽ നിന്നും, കോളേജിൽ അടച്ച പൈസ കോളേജിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, റീഫണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവുന്നുള്ളൂ. ചിലപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള എന്തെങ്കിലും ക്ലറിക്കൽ ചാർജുകളോ മറ്റോ അവർ യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതർവൈസ് അത് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അതർവൈസ് നമുക്ക് മുഴുവൻ ഫീസും, നമ്മൾ അടച്ച തുകയുടെ മുഴുവൻ തുകയും നമ്മൾ അടച്ചത് ഏത് അക്കൗണ്ടിൽ നിന്നാണോ ആ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് തിരിച്ചു പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഫീസ് കിട്ടും എന്നുള്ളൊരു കാര്യം നമ്മൾ കൃത്യമായിട്ടും ഓർമ്മ വെക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഡൗട്ട് അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവരും നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഒരു ഐഡിയ ആണ്, ഈ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2വിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2വിന് ശേഷം നമുക്ക് പ്രധാനമായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് സീറ്റ് കിട്ടും ഇല്ലേ?
ഒരു സീറ്റ് കിട്ടി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അല്ലെങ്കിൽ നോ സീറ്റ്, സീറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നോ സീറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വി ക്യാൻ ട്രൈ ഫോർ ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 3. ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 3ലേക്കോ അല്ലെങ്കിൽ കേരളേന്റെ റൗണ്ട് 2ലേക്കോ അതുപോലെയൊക്കെ ഒക്കെ ബാക്കി അടുത്ത നെക്സ്റ്റ് അലോട്ട്മെന്റ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ് നോ സീറ്റ് എന്നുള്ള കാര്യത്തിൽ. സീറ്റ് കിട്ടിയാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 2ൽ നമുക്കൊരു സീറ്റ് അലോട്ടഡ് ആയി. സീറ്റ് അലോട്ടഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ നോട്ട് ജോയിനിങ് എന്നുള്ളതാണ് ഓപ്ഷൻ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റേറ്റിലേക്ക് ഒരു തിരിച്ചുവരവില്ല. ഉം. ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 2ൽ നമ്മൾ ജോയിൻ ചെയ്താൽ പിന്നെ നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അപ്ഗ്രഡേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്ഗ്രഡേഷൻ ഇൻ ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 2. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഓൾ ഇന്ത്യ ക്വാട്ടേന്റെ റൗണ്ട് 3ൽ മാത്രം. നമുക്ക് സ്റ്റേറ്റ് ക്വാട്ടയിൽ ഒരു അപ്ഗ്രഡേഷൻ പറ്റൂല. ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 3ൽ ഒരു അപ്ഗ്രഡേഷൻ പോസിബിൾ ആണ്. ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷനും കുട്ടികൾക്ക് പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടിയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഒരു 15,000 ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു സീറ്റ് നമുക്ക് ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 2 വെച്ച് കിട്ടി. ആ കുട്ടി അവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വീണ്ടും റൗണ്ട് 3ൽ ഓൾ ഇന്ത്യ ക്വാട്ടേന്റെ റൗണ്ട് 3 കൊടുക്കാൻ വേണ്ടി പറ്റും. കേരള റൗണ്ട് 2 കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കേരള റൗണ്ട് 2 വരും ഇല്ലേ? നമുക്ക് ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 3 ഇപ്പൊ നടക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 2 ആണ് നടക്കുന്നത്. ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 2 കഴിഞ്ഞാൽ അടുത്തത് വരാനുള്ളത് ഏതാണ്? കേരളയുടെ റൗണ്ട് 2 വരാനുണ്ട്. കേരള റൗണ്ട് 2 വരാനുണ്ട്. ഈ കേരള റൗണ്ട് 2ൽ ഈ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കുട്ടി ഓൾറെഡി അവിടെ ജോയിൻ ചെയ്തു. ആ കുട്ടിക്ക് പിന്നെ ഓപ്ഷൻ ഉള്ളത് കേരള ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 3 മാത്രമാണ്. ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 3 വഴിയായിട്ട് ആ കുട്ടിക്ക് ഏത് കോളേജിൽ കിട്ടാൻ റാങ്ക് അനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള കോളേജിലേക്ക് കിട്ടാൻ സാധ്യത. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ കേരളത്തിൽ കിട്ടാൻ സാധ്യത കുറവാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് പറയാണ്. ഇനി കേരളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 3 വഴിയിട്ട് കേരള സീറ്റ് കിട്ടിയാലേ ആ കുട്ടി കിട്ടുള്ളൂ. അല്ലാതെ കേരള അലോട്ട്മെന്റ് വഴിയിട്ട് കിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് ജോയിൻ ചെയ്താൽ എന്നുള്ള കാര്യം. ജോയിൻ ചെയ്താൽ പിന്നെ കേരള സ്റ്റേറ്റ് അലോട്ട്മെന്റിലേക്ക് ഒരു തിരിച്ചുവരവില്ല. നമ്മുടെ നിലവിൽ കേരളത്തിൽ കിട്ടിയ സീറ്റ് പോവും. പിന്നെ തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല. സെൽഫ് ഫിനാൻസിംഗിലാണെങ്കിൽ പോലും നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമുണ്ട്. ഇനിയിപ്പോൾ നോട്ട് ജോയിനിങ് എന്നാണ് വിചാരിക്കുക. ഈ കുട്ടി എന്ത് ചെയ്തില്ല? നോട്ട് ജോയിനിങ്. ഈ കുട്ടി ജോയിൻ ചെയ്തില്ല. ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഈ കുട്ടിയുടെ കോഷൻ ഡിപ്പോസിറ്റ് എമൗണ്ട് ഉണ്ട്. നമ്മൾ ഒരു 5,000 രൂപ ഒ.ബി.സിക്കാർ ബാക്കി ആൾക്കാരൊക്കെ ഒരു 5,000 ചെയ്ത ഒരു കോഷൻ ഡിപ്പോസിറ്റ് എമൗണ്ട്, ബാക്കി ആൾക്കാർ അടച്ച 10,000 കോഷൻ ഡിപ്പോസിറ്റ് എമൗണ്ട് ഉണ്ട്. ഈ കോഷൻ ഡിപ്പോസിറ്റ് എമൗണ്ട് ലോസ് ആവുന്നുണ്ടാവും. അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തേർഡ് റൗണ്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും. ഇത് നോട്ട് ജോയിനിങ് കോഷൻ ഡിപ്പോസിറ്റ് പോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾ ഇന്ത്യ ക്വാട്ടേന്റെ തേർഡിൽ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കേരളേന്റെ റൗണ്ട് 2ൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. കേരളേന്റെ റൗണ്ട് 3ൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ സാധനത്തിലേക്കും നമുക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പണം അടയ്ക്കേണ്ടതുണ്ട്. ആൻഡ് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 2 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പോസിബിലിറ്റീസ് കുറയും. ഇത് ഓൾമോസ്റ്റ് ഒരു നിയർ ബൈ ഒരു 90% സീറ്റുകളും ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 2ൽ ഫില്ല് ചെയ്യും ഓരോ സ്ഥാനത്തിലും. പിന്നെ ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 3ലേക്ക് 10% സീറ്റുകൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ, അത് ഓൾ ഇന്ത്യയുടെയും ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ ആ റിസ്ക് എടുക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. കുറച്ചൊരു വെൽ വിത്തിൻ റേഞ്ചിലുള്ള ആൾക്കാർ, ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഒരു 15,000 ആണ്, അല്ലെങ്കിൽ ഒരു 15,000-16,000 ഒക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിന്റെ അടിയിലേക്കുള്ള ആൾക്കാർക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൗണ്ട് 3ലും സീറ്റ് ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ജസ്റ്റ് പറയാണ് കേട്ടോ, ഒരാൾക്ക് ഒരു 22,000 ആണ് അല്ലെങ്കിൽ 23,000 ആണ് ഒരു ഓൾ ഇന്ത്യ റാങ്ക് എന്ന് വിചാരിക്കുക. ഈ കുട്ടി ഒരു കാരണവശാലും റിസ്ക് എടുക്കാൻ പാടില്ല. കിട്ടുന്ന സാധനം പോയിട്ട് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമുക്കത് തീരുമാനിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 2 കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സീറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 3 മാത്രമായിരിക്കും നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഇനി നോട്ട് ജോയിനിങ് എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല? കോഷൻ ഡിപ്പോസിറ്റ് പോവും. പിന്നെ നമുക്ക് ബാക്കി എല്ലാ അലോട്ട്മെന്റുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൾ ഇന്ത്യ ക്വാട്ട റൗണ്ട് 2 നമ്മൾ ഓപ്ഷൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റൗണ്ട് 2ൽ നമുക്ക് താല്പര്യമുള്ള എല്ലാ അലോട്ട്മെന്റിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള കിട്ടിയാൽ പോകും എന്നുള്ള സ്ഥലത്ത് മാത്രമേ പോകുള്ളൂ. പോസിബിലിറ്റീസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കണ്ടു നോക്കാൻ വേണ്ടി പറ്റും. ഇനി പ്രധാനമായിട്ടും ആൾക്കാർ ചോദിക്കുന്ന സാധനമാണ് അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെന്റ് എന്നാ വരിക എന്നുള്ള കാര്യം. നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ ഇങ്ങനത്തെ ഒരു ഇത് ഇതായിട്ടുണ്ട്. മൊത്തം ടോട്ടൽ നീറ്റ് യുജിന്റെ ടോട്ടൽ അലോട്ട്മെന്റ് ആണ്. അത് MCC ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓൾ ഇന്ത്യ ക്വാട്ടന്റെയും സ്റ്റേറ്റ് ക്വാട്ടന്റെയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് ഇന്നലെ 5-ാം തീയതി, ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് 6-ാം തീയതി രാവിലെ 11 മണി സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. 5-ാം തീയതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അലോട്ട്മെന്റ്. 13-ാം തീയതി ഒരു ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടാവും. ആൻഡ് നമുക്ക് ജോയിനിങ് പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് 21-ാം തീയതി 22-ാം തീയതിയോട് കൂടി ചെയ്യുന്നുണ്ടാവും. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് കൗൺസിലിംഗ്, അതായത് കേരള സ്റ്റേറ്റിന്റെ കൗൺസിലിംഗ് നടക്കുന്നത്
കേരള കൗൺസിലിംഗ് നടക്കുന്നത് ഈ ഡേറ്റുകളിലാണ് നടക്കുക. 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ കേരള അലോട്ട്മെന്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? 20-ാം തീയതിയാണ്. 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. 28-ാം തീയതി വരേക്കാണ് ജോയിൻ ചെയ്യാനുള്ള സമയം കേരളത്തിലുണ്ടാവും. ഇത് MCC നിശ്ചയിച്ചതാണ്, ഇങ്ങനെ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ അടുത്ത കേരള അലോട്ട്മെന്റ് ഇന്നാണ് കേരള അലോട്ട്മെന്റ് നടക്കുക. ഇനി അടുത്ത സാധനം ചോദിക്കുന്നത് വെച്ചാൽ റൗണ്ട് 3 എന്താണെന്നുള്ളത്. റൗണ്ട് 3 കേരള അലോട്ട്മെന്റ് നടക്കുന്നത് ഒക്ടോബർ 3-ാം തീയതി മുതൽ ഒക്ടോബർ 12-ാം തീയതി വരെയുള്ള സമയത്താണ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഒക്ടോബർ 3 to 12 എന്നുള്ളതാണ് എന്ത് നടക്കുന്നത്? റൗണ്ട് 3 നടക്കാനുള്ള സമയം. ഈ സമയത്തിനോട് കറസ്പോണ്ടിങ് ആയിട്ടാണ് കേരള അലൈഡിന്റെ ഓപ്ഷൻ വരിക. കേരള അലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ, ഹോമിയോപ്പതി, യൂനാനി, വെറ്റിനറി, അഗ്രികൾച്ചർ, മറ്റേ ബിടെക് ബയോടെക്നോളജി മുതലായ കോഴ്സുകളുടെ ഒക്കെ സാധനങ്ങൾ വരുന്നത് എപ്പോഴാണ് വരുന്നുണ്ടാവുക? ഏകദേശം ഒക്ടോബർ 3-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന കേരള MBBS BDSന്റെ റൗണ്ട് 3 ആയിരിക്കും അവരുടെ റൗണ്ട് 1ന്റെ രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക എന്നുള്ള കാര്യമാണ്. സോ അത് നോക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക? അതും കൂടി നോക്കിയിരിക്കുക എന്നുള്ളതാണ് കാര്യം. സോ ഇന്നത്തെ അലോട്ട്മെന്റിന്റെ അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രധാനമായിട്ടും 3 അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. ഡോപ്പയിൽ പഠിച്ച സ്റ്റുഡൻസ്, ഡോപ്പയിൽ ഉള്ള ആൾക്കാർ നിങ്ങളുടെ കമന്റിലും നിങ്ങളുടെ മെസ്സേജിലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡോപ്പ ബാച്ചും ഡോപ്പയിലെ കോർഡിനേറ്റേഴ്സിന്റെ പേരും തുടക്കത്തിൽ മെൻഷൻ ചെയ്തിട്ട് അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡോപ്പ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ഡയറക്റ്റ്ലി ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്ടേഴ്സിനെ ആരെങ്കിലും കണ്ട് ഏത് കോഴ്സ് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നീറ്റായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്ന ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നീറ്റ് ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടാവും. ഇതുപോലെ ഇത് ബാക്കി ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം. ബാക്കി നിങ്ങളുടെ സംശയങ്ങൾ ഓരോരുത്തരുടെയും താഴെ കമന്റ് ബോക്സിലേക്ക് വന്നോട്ടെ. ഓരോന്നിനും മറുപടി തരാം എന്നുള്ള ഒരു പ്രോമിസോട് കൂടിയിട്ട് അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ബാക്കി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്. ഞാൻ ഡോപ്പയുടെ ഡയറക്ടറാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ നമ്പർ കുറച്ച് ആൾക്കാർ ചില കമന്റുകളിൽ ചോദിക്കാറുണ്ട്, എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ വരുന്നത് 9048292200 എന്നുള്ളതാണ് എൻ്റെ പേര്. ഇത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇഫ് യു ആർ ടെക്സ്റ്റിംഗ് ഇൻ വാട്സാപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരുന്നുണ്ടാവും? അതിൻ്റെ മറുപടി തരുന്നുണ്ടാവും. ഇപ്പോൾ ഡോപ്പ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡോപ്പേൻ്റെ ഈ പറയുന്ന ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്തതിന് ശേഷം തരാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.